ആലപ്പുഴയിൽ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ആത്മഹത്യക്ക് ശ്രമിച്ചു. പറഞ്ഞുറപ്പിച്ച സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നൽകിയതോടെയാണ് ആത്മഹത്യാശ്രമം. നിരണത്ത് സി ജയപ്രദീപാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ജയദീപിന്റെ പ്രതികരണത്തിൽ ഇവിടെ മത്സരിക്കണമെന്ന് എന്റെ വാർഡിലുള്ള എല്ലാവരും പറയും. ആരും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഫ്ലെക്സ് അടിച്ച്, പിന്നെ പോസ്റ്റർ അടിച്ച്, അഭ്യർത്ഥന അടിച്ച്, ചോരൊന്നും എഴുതിയിട്ടില്ല. അപ്പൊ ഇവിടുത്തെ തീരുമാനം ഇന്ന് ഞാൻ അറിഞ്ഞത് ഈ സീറ്റ് കടകക്ഷിക്ക് കൊടുത്തതാണ്. എനിക്ക് എന്റെ ചിഹ്നം കൈപ്പത്തി കിട്ടണം. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. എനിക്ക് കൈപ്പത്തി കിട്ടില്ല, പിന്നെ ഞാൻ ജീവിച്ചിരിക്കത്തില്ല. വേറെ ഒന്നും എന്റെ പാർട്ടി ഞാൻ ഒരിക്കലും കുറ്റം പറഞ്ഞു. പാർട്ടിയാണോ ധാരയെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് എങ്ങനെയായി സീറ്റ് വന്നത്? ഞങ്ങളുടെ കോൺഗ്രസ്സുകാരനല്ല ഈ സീറ്റ് മത്സരിക്കുന്നത്. കോൺഗ്രസ്സുകാരാണ് എനിക്ക് പ്രശ്നമില്ല. എനിക്ക് കൈപ്പത്തി ചെയ്ത് മത്സരിക്കണം. അശ്വിൻ പാലായി ആലപ്പുഴ ചെയ്യുന്നു. അശ്വിൻ, ഈ ഘടകകക്ഷികളുടെ സമവാക്യങ്ങളൊക്കെ പൂർത്തിയാക്കും മുമ്പ് തന്നെ ഇങ്ങനൊരു സീറ്റ് വാഗ്ദാനം ചെയ്തെന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് അവിടെ സംഭവിച്ചത്? സുഹേൽ, അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നുള്ളതാണ് മണ്ഡലം പ്രസിഡന്റ് അടക്കം പറയുന്നത്. ഇത്തരത്തിൽ DCCയിൽ നിന്ന് മണ്ഡലം കമ്മിറ്റികൾക്ക് നൽകിയ നിർദ്ദേശം വാർഡുകളിൽ വിജയസാധ്യതയുള്ള ആളുകളെ പരിഗണിച്ച് അവിടെ സ്ഥാനാർത്ഥിയാക്കി പ്രവർത്തനങ്ങൾ നടത്തിക്കോളൂ എന്നുള്ള ഒരു നിർദ്ദേശം DCCയിൽ നടക്കം ലഭിച്ചു എന്നാണ് മണ്ഡലം പ്രസിഡന്റ് രാജീവ് 24-നോട് പറഞ്ഞത്. പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജയപ്രദീപിനെ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും മണ്ഡലം കമ്മിറ്റി തന്നെ മുൻകൈയെടുത്ത് പ്രചരണ പരിപാടികൾ തുടങ്ങുകയും ചെയ്തതാണ്. ഫ്ലെക്സുകൾ അടിച്ചു, അഭ്യർത്ഥന പ്രിന്റ് ചെയ്ത് വീടുകളിൽ എത്തിച്ചു തുടങ്ങി. ജയപ്രദീപ് നേരിട്ട് വീടുകളിലെത്തി വോട്ടഭ്യർത്ഥനയും തുടങ്ങിയതാണ്. അങ്ങനെ ഇരിക്കെ ഇന്നലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥി UDFന്റെ പേരിൽ തന്നെ അതേ വാർഡുകളിൽ പ്രചരണം തുടങ്ങി. നാടാകെ പോസ്റ്ററുകൾ പതിച്ചു, ഫ്ലെക്സുകൾ സ്ഥാപിച്ചു. സത്യൻ എന്ന ഒരു ആളുടെ പേരിലാണ് ഈ പോസ്റ്ററും ബോർഡുമെല്ലാം വന്നത്. ഓട്ടോറിക്ഷ ചിഹ്നമാണ് അതിൽ പതിപ്പിച്ചിരിക്കുന്നത്. എന്താണ് കാര്യമെന്നറിയാൻ DCC പ്രസിഡന്റ് വീട്ടിൽ ചെന്ന ജയപ്രദീപ് സംസാരിക്കുമ്പോൾ ചെറിയ മാറ്റമുണ്ട്, താങ്കൾക്ക് സീറ്റ് തരാനാവില്ല, ഘടകകക്ഷിക്കാണ് സീറ്റ് നൽകുന്നത് എന്നൊരു തീരുമാനം കോർ കമ്മിറ്റിയിൽ എടുത്തു എന്നുള്ളതാണ് DCC പ്രസിഡന്റ് ജയപ്രദീപിനോട് പറഞ്ഞത്. പക്ഷേ മണ്ഡലം കമ്മിറ്റിയെ പോലും ഈ കാര്യം ഔദ്യോഗികമായോ അല്ലാതെയോ DCC അറിയിച്ചില്ല എന്ന് മണ്ഡലം കമ്മിറ്റിയും പരാതി പറയുന്നുണ്ട്. ഇങ്ങനെ കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിറങ്ങാൻ മണ്ഡലം കമ്മിറ്റിയിൽ ഒരാൾ പോലും തയ്യാറാവില്ല എന്ന് DCCയെ മണ്ഡലം കമ്മിറ്റി ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സത്യൻ എന്ന ആൾ ഒരു ക്വാറി ഉടമയാണ്. അതുമായി ബന്ധപ്പെട്ട ഡീലിംഗ്സ് ഇതിന് പിന്നിൽ നടന്നു എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി നിർണ്ണയം പുരോഗമിക്കുന്നതിനിടെ സമാനമായ വാർത്തകൾ ആശങ്കപ്പെടുത്തുന്നതാണ്. അത് തുടരുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.